ഒരാൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി തീർന്നെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വഴിയിലൂടെ ജീവിതം എങ്ങോട്ടോ പായുമ്പോൾ ഒരാൾ ജീവനൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തെ ഭയക്കുന്നത് കൊണ്ട് മാത്രമാവില്ല ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നത്. ജീവിച്ചു മടുത്തവൻ്റെ മുൻപിൽ മരണമല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടാവില്ല. നഷ്ടങ്ങളുടെ കണക്ക് മാത്രം എഴുതി എഴുതി കടലാസ് തീർന്ന പുസ്തകമായി മാറിയ ജീവിതം. ഇടയ്ക്കെപ്പോഴോ പ്രണയം വന്ന് കുറച്ച് നിറം ചാർത്തി. പിന്നീടതും. ആരുമില്ലാത്തവൻ്റെ എല്ലാമാണ് ദൈവം. പണ്ടൊക്കെ അങ്ങനെ വിശ്വസിച്ച് പലവട്ടം ഇവിടെ വന്നിരുന്നു. തനിക്ക് ചെയ്യാൻ പറ്റാത്തത് തനിക്ക് വേണ്ടി ചെയ്യുന്നവനാരോ അവനാണ് ഒരുവൻ്റെ ദൈവം. പക്ഷേ പിന്നീട് താൻ വിശ്വസിക്കുന്ന ദൈവം തനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ അവൻ അവിശ്വാസിയാകുന്നു. ഓർമ്മ വെച്ച നാൾ മുതൽ പ്രശ്നങ്ങളാണ്. മോഹങ്ങളെന്നും മോഹങ്ങളായി ശേഷിച്ച കുട്ടിക്കാലം, ദാരിദ്ര്യവും ഇല്ലായ്മയും നിറഞ്ഞ ഓർമ്മകൾ. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇതാണെന്നറിയാം. അപ്പോൾ അവരൊന്നും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തത്? അതെനിക്കറിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത, മുന്നോട്ട് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ശൂന്യത. ജീവിതത്തിൽ തോറ്റവരാണ് ആത്മഹത്യ ചെയ്യുക. അവർ ഭീരുക്കളാണ്. അതെ, ഞാൻ ഭീരുവാണ്. ജീവിതത്തിൽ സ്ഥിരമായി തോൽക്കുന്നവനാണ്. എനിക്കാരെയും തോൽപ്പിക്കണ്ട. തോറ്റവനെ ചരിത്രം ഓർക്കാറില്ല. വിജയിക്കുന്നതിന് വേണ്ടി എഴുതപ്പെടുന്നതാണ് ചരിത്രം. എനിക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാകണ്ട. എനിക്കൊന്നുമാകണ്ട. ഈ വൃത്തികെട്ട ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ഈ പാലം ഇവിടെ തീരുന്നു. ഇനി അങ്ങോട്ട് മറ്റൊരു ലോകമാണ്, മരണത്തിൻ്റെ ലോകം. എൻ്റെ മോനെ, എൻ്റെ പൊന്നു മോനെ. ആരത്? അതാ പയ്യനാ. ഏത്? ഇവനെ രക്ഷിക്കാൻ വേണ്ടി ചാടിയില്ലേ, തല കല്ലിലടിച്ചു പോയി. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനിടെ വഴി വെച്ച് തന്നെ ആള് ആ അമ്മ കിടന്ന് കരയെന്ന് കണ്ടുകൂടാ. ആ കണ്ടത് അവൻ്റെ അമ്മയാണോ? അവർക്ക് ഒറ്റ മോനാ, നമ്മുടെയൊക്കെ പ്രായമുള്ളൂ. ഇവൻ്റെ ആയുസിൻ്റെ ബലം. കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവൻ്റെ വീട്ടിലറിയിച്ചോ? ആ, വീട്ടിലറിയിച്ചിട്ടുണ്ട്. അല്ല, നീ എങ്ങനെയാ കടലിൽ വീണത്? നീന്തലറിയാത്ത നീ എന്തിനാ അങ്ങോട്ട് പോയത്?